പ്രിയപ്പെട്ടവരെ നമസ്കാരം. +2 തുല്യതയുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്, മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളവയാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ്? വിഭജനം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. വിഭജനം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിന് അടിസ്ഥാനമാക്കിയ സിദ്ധാന്തം ഏത്? ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിന് അടിസ്ഥാനമാക്കിയ സിദ്ധാന്തമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന് ഈ സിദ്ധാന്തത്തിനോടുള്ള നിലപാട് എന്തായിരുന്നു? കോൺഗ്രസ് ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തോടെ എതിർപ്പായിരുന്നു. എതിർത്തു. ഇന്ത്യ വിഭജന പ്രക്രിയയിലെ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമായിരുന്നു? മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരൊറ്റ മേഖലയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരുവാൻ താൽപ്പര്യം കാണിച്ചില്ല. മുസ്ലിം ഭൂരിപക്ഷ ദേശമായി കണ്ടെത്തിയ രണ്ട് മേഖലകളും വിഭജിക്കേണ്ടി വന്നു. വിഭജിക്കേണ്ടതായിട്ട് വന്നു. രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നു. വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ പോയതോടെ നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമായി. അവർക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി നിലനിൽക്കണമെന്ന യാതൊരു ബാധ്യതയും ഇല്ലായിരുന്നു. ഒരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ശക്തരായ ചില രാജാക്കന്മാർ അവരുടെ നാടിനെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേർക്കാതെ സ്വതന്ത്രമായി നിലനിർത്താൻ ആഗ്രഹിച്ചു. ഈ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം രാജാക്കന്മാർക്കായിരുന്നു. ഇത് പ്രശ്നം സങ്കീർണമാക്കുകയും. അടുത്തൊരു ചോദ്യം നോക്കാം. ഹൈദരാബാദിന്റെയും മണിപ്പൂരിന്റെയും സംയോജന പ്രക്രിയയിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്തായിരുന്നു? ഹൈദരാബാദിലെ ജനങ്ങൾ പൊതുവെ ഇന്ത്യയിൽ ചേരുവാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യയോട് ചേരാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ രാജാവ് ഇതിന് എതിരായിരുന്നു. ശക്തമായ ഒരു ജനകീയ സമരം ഉണ്ടാവുകയും അതിനെ നൈസാമിൻ്റെ സൈന്യം എതിർക്കുകയും ശക്തമായ പോരാട്ടം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിൽ ചേരാനാണ് ആഗ്രഹിച്ചത്. നൈസാമിൻ്റെ സൈന്യം ഇത് എതിർത്തു. ശക്തമായ ഒരു പോരാട്ടം നടന്നു. അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈനികമായ ഇടപെടലിലൂടെ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയാണ് ചെയ്തത്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. മണിപ്പൂരിലെ രാജാവിന് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് വിരോധമില്ലായിരുന്നു. ലയിച്ചാലും കുഴപ്പമില്ലായിരുന്നു. മണിപ്പൂരിലെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ലയനത്തിന് പിന്തുണ ലഭിച്ചില്ല. അതേസമയം ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ ചേരുന്നതിനുള്ള പിന്തുണ നൽകിയില്ല. പക്ഷേ രാജാവിനെ അനുനയിപ്പിച്ച് ലയനക്കരാറിൽ ഒപ്പിടിക്കുകയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. ഒപ്പിട്ടു. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പുനഃസംഘടിപ്പിച്ചത് ഏതെല്ലാം രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ശാക്തീകരിച്ചു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടന ഒരു ഏകീകൃത മാനദണ്ഡം രൂപപ്പെടുത്താൻ സഹായിച്ചു. വിവിധ ഭാഷാ പ്രദേശങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെട്ടു. വൈവിധ്യം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടു. രാഷ്ട്രീയത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും ജനാധിപത്യ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനും ഈ തീരുമാനം സഹായിച്ചു.
രാഷ്ട്രീയത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും ജനാധിപത്യ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനും ഈ തീരുമാനം സഹായിച്ചു. ഇന്ത്യയുടെ ആണവ നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഇന്ത്യ ആണവോർജത്തിന് അനുകൂലവും ആണവ ആയുധങ്ങൾക്ക് എതിരുമായിരുന്നു. ഇന്ത്യ ആണവോർജത്തിന് അനുകൂലമാണ്, അതേസമയം ആണവ യുദ്ധങ്ങൾക്ക് എതിരായിരുന്നു. ആണവോർജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗത്തിന് പ്രാധാന്യം നൽകി. ആണവോർജത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള ഉപയോഗത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകിയത്. ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള അധികാരം വൻ ശക്തികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന കരാറിനെ ഇന്ത്യ എതിർത്തു. ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള അധികാരം വൻ ശക്തികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ കരാറ് NPT എന്നതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നു. വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഘട്ടം ഘട്ടമായി ആണവ നിരായുധീകരണത്തിന് തയ്യാറാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഘട്ടം ഘട്ടമായി ആണവ നിരായുധീകരണത്തിൽ തയ്യാറാകണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് വിരാമമിട്ട കരാർ ഏതാണ്? 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് വിരാമമിട്ട കരാറാണ് തഷ്കന്റ് കരാർ. ഇന്ത്യ പാക് യുദ്ധത്തിന് വിരാമമിട്ട കരാറാണ് 1965 തഷ്കന്റ് കരാർ. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷൻ ഏത്? അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? മൊറാർജി ദേശായി, ചരൺ സിംഗ്, ഇന്ദിരാഗാന്ധി, ജയപ്രകാശ് നാരായണൻ. ഉത്തരം ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. 1977 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യം ഏതായിരുന്നു? ജനാധിപത്യത്തെ രക്ഷിക്കൂ. 1977 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്നത്. 1975 ജൂൺ 25 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 ജൂൺ 25 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. സിഖ് സമുദായത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പഞ്ചാബിലെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയേത്? അകാലിദൾ. സിഖ് സമുദായത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പഞ്ചാബിലെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ് അകാലിദൾ. പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ഒരു പ്രത്യേക സിഖ് രാഷ്ട്രം രൂപീകരിക്കണമെന്ന് തീവ്രവാദികൾ ആവശ്യപ്പെട്ടു. എന്താണ് ആ രാഷ്ട്രത്തിന് അവർ നൽകിയ പേര്? ഖാലിസ്ഥാൻ. പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു പ്രത്യേക സിഖ് രാഷ്ട്രമാക്കണമെന്ന് തീവ്രവാദികൾ അവകാശപ്പെട്ടു. ഇതിന് അവർ ഇട്ട പേര്, ആ രാജ്യത്തിൻ്റെ പേരാണ് ഖാലിസ്ഥാൻ എന്നത്. ഗരീബി ഹഠാവോ ഇന്ദിരാഗാന്ധി. ഗരീബി ഹഠാവോ ഇന്ദിരാഗാന്ധി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. നോൺ കോൺഗ്രസിസം റാം മനോഹർ ലോഹ്യ. നോൺ കോൺഗ്രസിസം റാം മനോഹർ ലോഹ്യ. 1967 പൊതു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? തുടർച്ചയായി 2 പ്രധാനമന്ത്രിമാർ മാറി മാറി വരികയുണ്ടായി. തുടർച്ചയായി 2 പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ട് 1 വർഷം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം എന്നിവയുണ്ടായി. സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം എന്നിവ. മൺസൂൺ ലഭ്യത കുറവ് മൂലമുണ്ടായ വരൾച്ച, ഭക്ഷ്യോൽപാദന കുറവ്, ഭക്ഷ്യക്ഷാമം എന്നിവ ഉണ്ടായി. മൺസൂൺ ലഭ്യത കുറവ് മൂലമുണ്ടായ വരൾച്ചയുണ്ടായി. തന്മൂലം ഭക്ഷ്യോൽപാദനത്തിലും ഭക്ഷ്യക്ഷാമവും ഉണ്ടായി. വിദേശ കരുതൽ ധനശേഖരത്തിലെ ഇടിവ്. വിദേശ കരുതൽ ധനശേഖരത്തിലെ ഇടിവാണ് മറ്റൊരു പ്രശ്നം. രൂപയുടെ വില ഇടിഞ്ഞു. ജനകീയ പ്രക്ഷോഭങ്ങൾ, ബന്ദുകൾ, ഹർത്താലുകൾ എന്നിവ തുടരെ ഉണ്ടായി. രൂപയുടെ വില ഇടിഞ്ഞു.
ജനകീയ പ്രക്ഷോഭങ്ങൾ, ബന്ദുകൾ, ഹർത്താലുകൾ എന്നിവ തുടരെ ഉണ്ടായി. ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.